വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ബാലചന്ദ്രനെ അന്വേഷിച്ച് പുറപ്പെടുകയാണ് ഗോപാലകൃഷ്ണനും രാജേശ്വരിയും. ഗോപാലകൃഷ്ണന്റെ വണ്ടി ബാലചന്ദ്രന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് ഞെട്ടി ഉണർന്ന പോലെ ബാലചന്ദ്രൻ പറയുകയാണ്, അയ്യോ കൊല്ലല്ലേ. പെട്ടെന്ന് അതിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ് ഗോപാലകൃഷ്ണനും രാജേശ്വരിയും. രാജേശ്വരിയെ കണ്ട് ചേച്ചിയായിരുന്നോ എന്ന് പറഞ്ഞ് സമാധാനിക്കുകയാണ് ബാലചന്ദ്രൻ. പതിയെ എഴുന്നേറ്റ് ശ്വാസമൊക്കെ അടക്കിപ്പിടിച്ച് ബാലചന്ദ്രൻ പറയുകയായിരുന്നു, ചേച്ചിയായിരുന്നോ? ഞാൻ കരുതി അവന്മാര് വീണ്ടും വന്നുവെന്ന്. അന്നേരം ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്, എല്ലാം ഞാൻ അറിഞ്ഞു, നീ ഒരു ആണാണോടാ? അടിച്ചാൽ തിരിച്ചടിക്കണ്ടേടാന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, അവന്മാര് അതിനെ അടി നിർത്തിയിട്ട് വേണ്ടേ, അതിലൊരു ഗ്യാപ്പ് കിട്ടിയാലല്ലേ എനിക്ക് തിരിച്ചടിക്കത്തുള്ളൂ. മതി മതി, നീ ആദ്യം വന്ന് വണ്ടിയിലേക്ക് കയറുന്ന രാജേശ്വരി പറയുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, ഏത് ഹോസ്പിറ്റലിലേക്കാണ് ചേച്ചി? എൻ്റെ അഭിപ്രായത്തിൽ മെഡിക്കൽ കോളേജാണ് ബെസ്റ്റ്. അതാകുമ്പോൾ അടുത്തടുത്ത ഡിപ്പാർട്ട്മെന്റിൽ എല്ലാം പരിശോധിക്കാമല്ലോ. കവിളത്ത് കൈവച്ചിട്ട് ബാലചന്ദ്രൻ പറയുകയാണ്, ദന്തൽ ഡിപ്പാർട്ട്മെന്റിൽ വേണം ആദ്യം പോകാൻ. ദേഷ്യപ്പെട്ട് രാജേശ്വരി പറയുകയാണ്, നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിലേക്കും പോകുന്നില്ല. നീ ആദ്യം വന്ന് ആ പെണ്ണിനെ താലി കെട്ടണം. അതിന് ആദ്യം വേണ്ടത് ഒരു ഹോട്ടൽ റൂമിൽ കയറി ഫ്രഷായി ഡ്രസ്സ് മാറുക എന്നുള്ളതാണ്. നീ വേഗം വന്ന് വണ്ടിയിൽ കയറാൻ പറയുകയാണ് രാജേശ്വരി. ബാലചന്ദ്രനെ പിടിച്ചുകൊണ്ടു പോവുകയാണ് ഗോപാലകൃഷ്ണൻ. അയ്യോ പിടിക്കല്ലേ, പതുക്കെ പതുക്കെ എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. കാറിൽ കയറിയ ശേഷം രാജേശ്വരി ബാലചന്ദ്രനോട് പറയുകയാണ്, പിന്നെ ഇവിടെ നടന്നതെങ്ങാനും നീ അവിടെ ചെന്ന് ആരോടെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, കൊന്നുകളയും നിന്നെ. ഇപ്പോഴേ പറഞ്ഞില്ലാന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണനോട് വണ്ടിയെടുക്കാൻ പറയുകയാണ് രാജേശ്വരി. അതേസമയം അമ്പലത്തിൽ ഒറ്റയ്ക്കൊരു സ്ഥലത്ത് നിന്ന് ആലോചിക്കുകയാണ് ശാലിനി. അന്ന് രാത്രി വിഷ്ണു വീട്ടിൽ വന്ന് ബാലചന്ദ്രനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് ശാലിനി വേറെ ആരെ വേണമെങ്കിലും വിവാഹം കഴിച്ചു, പക്ഷെ ആ ബാലചന്ദ്രനെ മാത്രം വിവാഹം കഴിക്കരുതെന്ന് വിഷ്ണു പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചങ്ങനെ നിൽക്കുകയാണ് ശാലിനി. അന്നേരം സമയമൊക്കെ നോക്കിയിട്ട് കുറുപ്പ് സാറ് ശാരദാമ്മയോട് പറയുകയാണ്, ചേടാ ഇതിപ്പോ വരനെ കണ്ടിട്ടില്ലല്ലോ, മുഹൂർത്തം തെറ്റുന്നുവെന്നാണല്ലോ തോന്നുന്നത്. എല്ലാത്തിനും ഒരു നേരവും കാലവും ഒക്കെ ഇല്ലെന്ന് ചോദിക്കുകയാണ് കുറുപ്പ് സാറ്. അന്നേരം ശാലിനി അന്വേഷിച്ച് ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ശാരദാമ്മ. എന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? വെറുതെ എന്ന് ശാലിനി പറയുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, വെറുതെയൊന്നുമല്ല എന്ന് എനിക്കറിയാം, ഇനിയും വൈകിട്ടില്ല, സമയമുണ്ട്, നീ നിന്റെ കടുംപിടുത്തം ഉപേക്ഷിച്ചാൽ. അന്നേരം ശാലിനി പറയുകയാണ്, അമ്മ എവിടെയെങ്കിലും പോയിരിക്ക്, വെറുതെ ആലോചിച്ച് പ്രഷർ കൂട്ടണ്ട. അന്നേരം ശാരദാമ്മ പറയുകയാണ്, പ്രഷർ കൂടാൻ പോകുന്നത് ഇനിയാണ്. കഥകളിൽ പോലും ഞാൻ കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു ബന്ധം. എൻ്റെ മുൻ ഭർത്താവിൻ്റെ രണ്ടാം ഭാര്യയുടെ സഹോദരന് ഞാൻ എൻ്റെ മകളെ കെട്ടിച്ചു കൊടുക്കുന്നു. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരെണ്ണം? അന്നേരം ദേഷ്യപ്പെട്ട് അമ്മയെന്ന് വിളിച്ചിട്ട് ചുറ്റുമൊക്കെ നോക്കി ഒന്ന് സ്വയം സമാധാനിക്കുകയാണ് ശാലിനി. എന്നിട്ട് പറയുകയാണ്, അമ്മേ, ഈ വിവാഹത്തെക്കുറിച്ചുള്ള കരച്ചിലും പിഴിച്ചിലും സെന്റിമെന്റ്സും ഒക്കെ കുറെ നടത്തിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. എൻ്റെ മനസ്സിപ്പോൾ ഒരു കരിങ്കല്ലാണ്. ആരുടെ കണ്ണീര് വീണാലും അത് അലിയുകയില്ല. ദയവ് ചെയ്ത് അതിനൊന്നും അമ്മ ശ്രമിക്കാതിരിക്കുക പ്ലീസ് എന്ന് പറയുകയാണ് ശാലിനി. അത്രയും പറഞ്ഞ ശാലിനി ശാരദാമ്മയുടെ അടുത്ത് നിന്നും ദൂരേക്കങ്ങ് മാറിപ്പോവുകയാണ്. അതേസമയം ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്ന സത്യഭാമ ഡ്രൈവറോട് പറയുകയാണ്, അതേ ഗോപി, പോകുന്ന വഴിക്ക് വെൺപാലപട്ടം ക്ഷേത്രത്തിന് സമീപമൊന്ന് നിർത്തണം. എന്താ ഭാമയെന്ന് രാഘവൻ നായർ ചോദിക്കുമ്പോൾ സത്യഭാമ പറയുകയാണ്, പുതിയൊരു ജീവിതത്തിന് തുടക്കം കുറിക്കുവല്ലേ നമ്മുടെ മകൻ വിഷ്ണു, അപ്പോൾ ദേവിയുടെ അനുഗ്രഹം അവനുണ്ടാകട്ടെ. ഇവനെ ഇറക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. അന്നേരം രാഘവൻ നായർ ചോദിക്കുകയാണ്, അത് വേണോ ഭാമേ? വീട്ടിൽ നിന്നും പുറപ്പെടുത്താൽ കതിർ മണ്ഡപത്തിലേക്ക് വേണം പിന്നീട് ഇറങ്ങാൻ. വഴിക്കിറങ്ങുന്നത് പതിവല്ലല്ലോ. സത്യഭാമ പറയുകയാണ്, ഇതൊരു വിഘ്നമായിട്ട് കൂട്ടണ്ട രാഘവേട്ട, ഏതിനും ദേവിയുടെ അനുഗ്രഹം വേണമല്ലോ. എന്തോ എനിക്കങ്ങനെ ഒരു തോന്നലുണ്ടായിപ്പോയി. ഇവൻ കതിർ മണ്ഡപത്തിലേക്ക് കയറുന്നതിന് മുമ്പ് വെൺപാലപട്ടത്ത് അമ്മയുടെ മുൻപിൽ പൂജിച്ച കുങ്കുമം നെറ്റിയിൽ അണിയണമെന്ന്. അതെന്റെ ഒരു നേർച്ചയാണെന്ന് കൂട്ടിയാൽ മതിയെന്ന് രാഘവൻ നായരോട് പറയുകയാണ് സത്യഭാമ. പൂജാരിയോട് ഞാൻ കാര്യമൊക്കെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് തൊഴുതു മടങ്ങാം. ഗോപി നമ്മളെ ഓഡിറ്റോറിയത്തിൽ വിട്ടിട്ട് തിരികെ വന്ന് ഇവനെയും കൂട്ടി അങ്ങോട്ടത്തേക്ക് എത്തട്ടെ. ശരി എങ്കിൽ ഭാമയുടെ ഇഷ്ടമെന്ന് സമ്മതിക്കുകയാണ് രാഘവൻ നായർ. ഇതൊക്കെ കേട്ടിട്ടും കേൾക്കാത്ത മട്ടിൽ തന്നെ ഇരിക്കുകയാണ് വിഷ്ണു. പിന്നീട് കാണിക്കുന്നത് ശാലിനിയുടെ വിവാഹവേദിയാണ്. അവിടേക്ക് ആ അമ്പലനടയിലേക്ക് ഒരു യാചകൻ പതിയെ നടന്നു വരുന്നത് കാണിക്കുന്നു. പിന്നീട് തിരുമേനി ചോദിക്കുകയാണ്, വിവാഹത്തിന് സമയമായല്ലോ, മുഹൂർത്തം ആകാറായി, വരൻ എവിടെ? എല്ലാവരും പരസ്പരം നോക്കുമ്പോൾ ചിരിച്ച് കൃഷ്ണൻകുട്ടി അമ്മാവൻ പറയുകയാണ്, തക ഈ കല്യാണവും നടക്കുമെന്ന് തോന്നുന്നില്ല. ഇത് കേട്ട് ദേഷ്യപ്പെട്ട് രാജീവ് അമ്മാവനോട് ചൂടാവുകയാണ്, വെറുതെ നാവെടുത്ത് വളയ്ക്കാതെ അമ്മാവാ.
ഇതൊരു ക്ഷേത്രസന്നിധിയാണ്, എല്ലാം ശുഭമായിട്ട് നടക്കാൻ വേണം പ്രാർത്ഥിക്കാൻ. വിജയലക്ഷ്മി ചോദിക്കുകയാണ്, നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എന്താകാനാടാ? കണ്ടില്ലേ, കല്യാണച്ചക്കന്റെ ചേച്ചിയും അളിയനുമൊക്കെ മുങ്ങിക്കളഞ്ഞോ? അവർക്ക് മനസ്സിലായി കല്യാണച്ചക്കൻ വരാൻ പോണില്ലെന്ന്. ഈ കല്യാണം നടക്കില്ലെന്ന് ഉറപ്പാണ്. അവളുടെ തലയിൽ വേറെന്തോ ആകും വരച്ചിട്ടുള്ളത്. വിജയലക്ഷ്മിയുടെ ഈ പറച്ചിലൊക്കെ കേട്ടങ്ങനെ നിൽക്കുകയാണ് ശാരദാമ്മയും ശാലിനിയും ഒക്കെ. അന്നേരം ബാലചന്ദ്രന്റെ കൈയും പിടിച്ച് രാജേശ്വരി അങ്ങോട്ട് വരികയാണ്. കൂടെ ഗോപാലകൃഷ്ണനുമുണ്ട്. വീണ്ടും തിരുമേനി ചോദിക്കുകയാണ്, കല്യാണച്ചക്കൻ എവിടെ? ആരും എന്താ ഒന്നും പറയാത്തത്? അതേസമയം പുറകിൽ നിന്ന് രാജേശ്വരി ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, ദേ ചെക്കൻ എവിടെയുണ്ട്. അത് കേട്ട് എല്ലാവരും ഒരേപോലെ തിരിഞ്ഞു നോക്കുകയാണ്. ബാലചന്ദ്രനെ സദസ്സിന്റെ മുന്നോട്ട് കൊണ്ടുവന്ന് നിർത്തുകയാണ് രാജേശ്വരി. അന്നേരം ബാലചന്ദ്രൻ ചുറ്റുമൊക്കെ നോക്കുന്നുണ്ട്. അതേസമയം ഒരു മൂലയ്ക്ക് തന്നെ എല്ലാവരെയും നോക്കി നിൽക്കുകയാണ് ആ യാചകന്റെ വേഷത്തിൽ വന്ന ആൾ. അന്നേരം തിരുമേനി പറയുന്നു, വലം വച്ച് കയറിയിരിക്കാം. അത് കേട്ട് ബാലചന്ദ്രനെ വേദിയിലേക്ക് കൊണ്ടുപോവുകയാണ് രാജേശ്വരി. ഗോപാലകൃഷ്ണൻ കൈപിടിച്ച് കതിർമണ്ഡപത്തിലേക്ക് കയറ്റിയിരുത്തുകയാണ് ബാലചന്ദ്രനെ. പിന്നീട് പക്ഷെ ബാലചന്ദ്രൻ പൂജയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആകെ പേടിച്ച് ചുറ്റുമൊക്കെ നോക്കുകയാണ്. ഇത് കണ്ട് ശാലിനി കരുതുകയാണ്, ഇയാൾക്കിത് എന്തു പറ്റി? ആകെ പേടിച്ച മട്ടുണ്ടല്ലോ. അതേസമയം വെൺപാലവട്ടത്ത് അമ്പലത്തിന്റെ മുന്നിൽ വിഷ്ണുവിനെ ഇറക്കുകയാണ് സത്യഭാമ. പിന്നീട് അവർ അവിടെ നിന്നും ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നു. വിഷ്ണു അമ്പലനടയിലേക്ക് കയറി പോകുമ്പോൾ പുറകെ ജീപ്പിൽ വന്ന് ദാസനും കമലനും ആശാനെന്ന് വിളിക്കുകയാണ്. ആശാൻ എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, ഇവിടെ തൊഴുതിട്ട് തിരിച്ചു ചെല്ലാൻ അമ്മ പറഞ്ഞു. കാറിപ്പോൾ തിരിച്ചു വരും. അല്ല, നിങ്ങൾ എന്താ ഇവിടെ? അന്നേരം രണ്ടുപേരും ചിരിച്ചുകൊണ്ട് കമലൻ പറയുകയാണ്, ഞങ്ങൾക്ക് ചെറിയൊരു തരികിട പരിപാടി ഉണ്ടായിരുന്നു. അതൊന്ന് തീർത്തിട്ടാണ് ഞങ്ങളിപ്പോൾ ഇതുവഴി പോകുന്നത്. ആശാൻ തൊഴുവാൻ കയറ്, ഞങ്ങളും വരാം. ചെയ്ത പാപങ്ങളൊക്കെ ഒന്ന് തീരട്ടെ എന്ന് പറഞ്ഞ് രണ്ടുപേരും അടക്കി പിടിച്ച് ചിരിക്കുകയാണ്. പക്ഷെ ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് വിഷ്ണു. അതേസമയം വിവാഹവേദിയിൽ ബാലചന്ദ്രൻ ഇരുന്ന ശേഷം തിരുമേനി പറയുകയാണ്, ഇനി വധുവിനെ വിളിക്കാം. ശാലിനിയെ കൈപിടിച്ച് കതിർമണ്ഡപത്തിലേക്ക് കയറ്റുകയാണ് ശാരദാമ്മ. പക്ഷേ എന്തോ കണ്ട് പേടിച്ച പോലെ ഇരിക്കുകയാണ് ബാലചന്ദ്രൻ. പിന്നീട് ബാലചന്ദ്രന്റെ അടുത്തേക്ക് ഇരിക്കുകയാണ് ശാലിനി. വീണ്ടും സദസ്സിലേക്കൊക്കെ നോക്കി ബാലചന്ദ്രൻ കരുതുകയാണ്, ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ കൊല്ലുമെന്നാണ് അവന്മാര് പറഞ്ഞിരിക്കുന്നത്. അവന്മാരിന് ഇവിടെ എങ്ങാനും ഒളിച്ചിരിപ്പുണ്ടോ എന്തോ. ആ വിഷ്ണുവിന്റെ ആൾക്കാരൊന്നും വരാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ചിന്തിച്ച് വീണ്ടും ചുറ്റുമൊക്കെ നോക്കുകയാണ് ബാലചന്ദ്രൻ. അന്നേരം രാജേശ്വരി ചോദിക്കുകയാണ്, സമയമായില്ലേ തിരുമേനി, ഇനി നങ്ങ് താലി കെട്ടിയാലോ? അന്നേരം താലിമാല എടുത്ത് ബാലചന്ദ്രന്റെ കയ്യിൽ കൊടുക്കുകയാണ് തിരുമേനി. താലിമാലയൊക്കെ പിടിച്ച് വീണ്ടും പരിഭ്രമിച്ചങ്ങനെ നിൽക്കുകയാണ് ബാലചന്ദ്രൻ. അന്നേരം കുറുപ്പ് സാറ് ഗദ്യമേളം പറയുമ്പോൾ താലിമാല ശാലിനിയുടെ കഴുത്തിലേക്ക് വയ്ക്കാൻ തുടങ്ങിയാണ് ബാലചന്ദ്രൻ. പക്ഷെ പെട്ടെന്ന് അതുവഴി നടന്നു പോകുന്ന വിഷ്ണുവിനെയും കൂട്ടുകാരെയും കാണുകയാണ് ബാലചന്ദ്രൻ. പെട്ടെന്ന് ഞെട്ടിത്തരിച്ച് അയ്യോ എന്ന് വയ്ക്കുകയാണ് ബാലചന്ദ്രൻ. പക്ഷെ താലിമാല പിന്നോട്ടത്തേക്ക് വലിക്കുകയും ചെയ്യുന്നു. ശാലിനിയുടെ കല്യാണം നടക്കുന്ന അതേ അമ്പലത്തിലേക്കാണ് വിഷ്ണുവും തൊഴുവാനായിട്ട് എത്തിയിരിക്കുന്നത്. എന്താടാന്ന് രാജേശ്വരി ബാലചന്ദ്രനോട് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, ഞാൻ കെട്ടില്ല, അവൻ എന്നെ കൊല്ലും. ഇതൊക്കെ വിഷ്ണുവിനെ നോക്കി പറയുകയാണ് ബാലചന്ദ്രൻ. വിഷ്ണുവും കൂട്ടുകാരും അന്നേരം ശ്രീകോവിലിലേക്ക് നോക്കി തൊഴുതു തന്നെ നിൽക്കുകയാണ്. താലിമാല തട്ടത്തിലേക്ക് തിരികെയിട്ട് ചാടി എഴുന്നേൽക്കുകയാണ് ബാലചന്ദ്രൻ. ആകെ പേടിച്ചങ്ങനെ നിൽക്കുന്ന ബാലചന്ദ്രനെ കണ്ട് രാജേശ്വരി ചോദിക്കുകയാണ്, എടാ നീ ആരുടെ കാര്യമാണ് പറയുന്നത്? അന്നേരം വിഷ്ണുവിനെ ചൂണ്ടിക്കാട്ടി ബാലചന്ദ്രൻ പറയുകയാണ്, അതെ അവൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അന്നേരം എല്ലാവരും അവിടത്തേക്ക് ശ്രദ്ധിക്കുകയാണ്. അപ്പോഴാണ് എല്ലാവരും തൊഴുതു നിൽക്കുന്ന വിഷ്ണുവിനെ കാണുന്നത്. പക്ഷെ വിഷ്ണു ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, കാണുന്നുമില്ല. വിഷ്ണു കണ്ണു നിറഞ്ഞ് തൊഴുതു പ്രാർത്ഥിക്കുകയാണ്, ദേവി ശാലിനി ആരെ വേണമെങ്കിലും കല്യാണം കഴിച്ചോട്ടെ, ആ ബാലചന്ദ്രനെ ഒഴിച്ച്. ഞാൻ കാരണം ആ പാവത്തിന്റെ ജീവിതം നശിക്കല്ലേ ദേവി. ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് ശാലിനി ബാലചന്ദ്രനോട് ചോദിക്കുകയാണ്, എന്താ നടന്നത്, കാര്യം പറയ്. അന്നേരം ബാലചന്ദ്രൻ പറയുകയാണ്, ഞാൻ ഇങ്ങോട്ട് വരുന്നേരം ഒരു തടിമാടനെയും കൊണ്ടുവന്ന് അവന്മാരെന്നെ തല്ലി ചതച്ചു. ശാലിനിയെ കെട്ടിയാൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. അവന്മാര് ചെയ്യും, ഉറപ്പാണ്. അന്നേരം ദേഷ്യത്തോടു കൂടി വിഷ്ണുവിനെ നോക്കുകയാണ് ശാലിനി. പക്ഷേ വിഷ്ണു ഇതൊന്നും കാണാതെ അമ്പലത്തിനകത്തേക്ക് കയറി പോവുകയാണ്. അന്നേരം രാജേശ്വരി ബാലചന്ദ്രനോട് പറയുകയാണ്, നിന്നെ ഇവിടെ ആരും ഒരു പുല്ലും ചെയ്യില്ല, മര്യാദയ്ക്ക് താലി എടുത്ത് കെട്ടടാ. വീണ്ടും പേടിച്ച് ബാലചന്ദ്രൻ പറയുകയാണ്, അവൻ ഗുണ്ടയാണ് ചേച്ചി, കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും. ജീവൻ കളഞ്ഞുള്ള കല്യാണമൊന്നും എനിക്ക് വേണ്ട, എന്നെ വിട്, ഞാൻ പോണ് എന്ന് പറഞ്ഞ് മണ്ഡപത്തിൽ നിന്നും ഇറങ്ങി ഓടുകയാണ് ബാലചന്ദ്രൻ. ബാലചന്ദ്രൻ അവിടെ നിൽക്കുമെന്നും പറഞ്ഞ് ഗോപാലകൃഷ്ണനും രാജേശ്വരിയുമൊക്കെ ബാലചന്ദ്രന്റെ പിറകെ ഓടുകയാണ്. ഓടുന്ന ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ല ഞാൻ നിൽക്കില്ല, എനിക്ക് കല്യാണമൊന്നും വേണ്ട.
ഓടി ഓടി അമ്പലത്തിന് പുറത്തേക്ക് എത്തുകയാണ് ബാലചന്ദ്രൻ. ഇല്ല, നിൽക്കൂല എന്നൊക്കെ ബാലചന്ദ്രൻ വിളിച്ചു പറയുന്നുണ്ട്. അന്നേരം അകത്ത് വിജയലക്ഷ്മി പറയുകയാണ്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ കല്യാണം നടക്കില്ല എന്ന്. എന്നിട്ട് ശാരദാമ്മയോട് പറയുകയാണ്, ശാരദാമ്മേ, നിങ്ങളുടെ മക്കൾക്ക് ഭാഗ്യം പറഞ്ഞിട്ടില്ല. അമ്മയെന്ന് രാജീവ് വിളിക്കുമ്പോൾ വീണ്ടും വിജയലക്ഷ്മി പറയുകയാണ്, ഒന്നും മിണ്ടാതിരിയടാ, കൺമുന്നിൽ കാണുന്നതാണ് ഞാനീ പറയുന്നത്. നിന്റെയും ശാരികയുടെയും നിശ്ചയത്തിന് എന്താ സംഭവിച്ചത്? നിന്നെ ആ കയറിപ്പോയവൻ തല്ലി. ഇപ്പോ ഈ ശാലിനിയെ കെട്ടാൻ പോകുന്നതിന്റെ പേരിൽ ആ ബാലചന്ദ്രനെയും തല്ലാൻ അവൻ ആളിനെ വിട്ടിരിക്കുന്നു. ശാലിനിയുടെ കല്യാണം നടന്നിട്ട് നീയും ശാരികയുമായിട്ടുള്ള കല്യാണം നടത്താനായിരുന്നു ഞങ്ങളുടെ തീരുമാനം. ഇനിയിപ്പോ അതെന്തായാലും നടക്കില്ല. എന്റെ അമ്മേ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കുന്ന് രാജീവ് പറയുമ്പോൾ കൃഷ്ണൻകുട്ടി അമ്മാവൻ ഇടപെടുകയാണ്. എന്തമ്മേ? ചേരിയിൽ പോലും നടക്കാത്ത സംഭവങ്ങൾ നടക്കുന്ന ഒരു വീട്ടിൽ നിന്നും ഒരു പെണ്ണിനെ എടുക്കാൻ താല്പര്യമുണ്ടായിട്ടല്ല. ചേച്ചിയുടെ ജീവിതം നശിക്കുമെന്ന് പറഞ്ഞ് ശാലിനി ഞങ്ങളുടെ കാല് പിടിച്ച് കരഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനൊക്കെ സമ്മതിച്ചത്. ഒപ്പം ആ പോയവനെ ഞങ്ങൾക്ക് തന്ന ഒരു വാക്കുണ്ടായിരുന്നോ? അവന്റെ ഭാഗത്തു നിന്നും ഇനി ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന്. ഓർമ്മ കാണുമല്ലോ നിനക്കതൊക്കെ എന്ന് രാജീവിനോട് ചോദിക്കുകയാണ് അമ്മാവൻ. വിജയലക്ഷ്മി പറയുകയാണ്, വാക്കെന്ന് പറയുന്നതേ പാലിക്കാനുള്ളതാണ്. ഇനി വാക്ക് വ്യത്യാസം ഉണ്ടായ സ്ഥിതിക്ക് രാജീവിന്റെയും ശാരികയുടെയും കല്യാണം നടക്കാൻ പോകുന്നില്ല. അതിനൊന്നുകൂടി ആലോചിച്ചേ പറ്റൂ. ഏതെങ്കിലും ഗുണ്ടയുടെ പിച്ചാത്തിപ്പിടി കയറ്റാനല്ല ഞാൻ എൻ്റെ മോനെ വളർത്തി വലുതാക്കിയത്. ഇതൊക്കെ കേട്ടു നിൽക്കുന്ന ശാലിനി എന്തൊക്കെയോ ആലോചിച്ച് ഉറപ്പിക്കുകയാണ്. അതേസമയം പുറത്ത് ബാലചന്ദ്രനെ തല്ലുകയാണ് രാജേശ്വരി. അടികൊണ്ട ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, എന്തിനാ ചേച്ചി എന്നെ അടിച്ചത്? എല്ലാവരുടെയും കയ്യിൽ നിന്നും തല്ല് വാങ്ങിക്കൂട്ടാൻ ഞാൻ എന്താ ചെണ്ടയാണോ? ഇന്ന് ആരെയാണാവോ കണി കണ്ടത് എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുകയാണ് ബാലചന്ദ്രൻ. വീണ്ടും അകത്ത് വിജയലക്ഷ്മി പറയുകയാണ്, അതെ, ഇനി ഇവരുടെ കല്യാണമൊന്നും നടക്കാൻ പോകുന്നില്ല. വിജയലക്ഷ്മി എന്ന് സങ്കടത്തോടെ ശാരദാമ്മ വിളിക്കുമ്പോൾ വിജയലക്ഷ്മി പറയുകയാണ്, ഉള്ളത് പറയുമ്പോൾ പൊള്ളിയിട്ട് കാര്യമില്ല ശാരദാമ്മേ. ഇനി ആര് വരുമെന്നാ ഇവളെ കെട്ടാൻ എന്ന് ചോദിക്കുകയാണ് വിജയലക്ഷ്മി. ഇനി അഥവാ ആരെങ്കിലും വന്നാൽ തന്നെ ആ ഗുണ്ട സമ്മതിക്കാൻ പോകുന്നില്ല. അതേസമയം ശാലിനി വിഷ്ണു അകത്തേക്ക് കയറിപ്പോയ വഴി നോക്കി നിൽക്കുകയാണ്. സദസ്സിലേക്ക് നോക്കി വിജയലക്ഷ്മി ചോദിക്കുകയാണ്, എന്തു കാണാനാണ് ഇനി എല്ലാവരും നിൽക്കുന്നത്? നടക്കാത്ത കല്യാണത്തിന്റെ പരിപ്പും പായസവും ഉണ്ണാനോ? കഷ്ടം തന്നെ എന്ന് പറഞ്ഞ് പരിഹസിച്ച് എല്ലാവരെയും ചിരിക്കുകയാണ് വിജയലക്ഷ്മി. അന്നേരം ശാലിനി അന്ന് നിശ്ചയ ദിവസം രാജീവിനെ അടിച്ച് വിഷ്ണു പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും ആലോചിക്കുകയാണ്. ശാലിനി എൻ്റെ പെണ്ണാണ്, എൻ്റെ മാത്രം പെണ്ണാണ് എന്നൊക്കെ വിഷ്ണു തുടരെ പറഞ്ഞതൊക്കെ ഓർത്തങ്ങനെ നിൽക്കുകയാണ് ശാലിനി. നീ വാടാ ഇങ്ങോട്ടെന്നും പറഞ്ഞ് രാജീവിന്റെ കൈയും പിടിച്ച് വെളിയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് വിജയലക്ഷ്മി. കൂടെ അമ്മാവനും ഇറങ്ങുന്നു. അന്നേരം പെട്ടെന്ന് ശാലിനി പറയുകയാണ്, നിൽക്ക്. വേദിയിൽ നിന്നും താഴോട്ട് ഇറങ്ങി വന്ന് ശാലിനി പറയുകയാണ്, എൻ്റെ കല്യാണം നടക്കും, നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ. ആരും പിരിഞ്ഞു പോകരുത് എന്ന് പറയുമ്പോൾ ശാരദാമ്മ ചോദിക്കുകയാണ്, ശാലിനി, നീ എന്തിനുള്ള പുറപ്പാടാണ്? തിരികെ വേദിയിലേക്ക് കയറി ബാലചന്ദ്രൻ തട്ടത്തിലേക്ക് എറിഞ്ഞ താലിമാല എടുത്തിട്ട് വിഷ്ണു വരുന്നത് നോക്കി അങ്ങനെ നിൽക്കുകയാണ് ശാലിനി. ഇനി നടക്കാൻ പോകുന്നത് വിഷ്ണു ശാലിനി വിവാഹം. ഇതാണ് നാളത്തെ വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.